ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ ഒത്തിരിയധികം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ജപമണികളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഈശോയുടെ വലിയൊരു സ്നേഹത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ മാസത്തിൻ്റെ ഒരു ആദ്യത്തെ ആഴ്ച എത്രയോ വലിയ സൗഭാഗ്യം, എത്രയോ വലിയ അനുഗ്രഹമാണ് സ്വർഗം നമുക്ക് തന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുമുഖം ദർശിക്കാൻ ഒരു യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ജപമണികളിലൂടെ. പരിശുദ്ധ അമ്മ വലിയൊരു സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിരുസന്നിലേക്ക് അമ്മ ഉയർത്തുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമണികളിലും അമ്മ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഉയർത്തി തൻ്റെ മകൻ്റെ കയ്യിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ ഒരു പ്രത്യേക ദിവസം ഈശോ നമുക്ക് അനുഗ്രഹിച്ച് തന്ന ഈ ദിവസം, ഇന്ന് ജപമണികളിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക, നിയോഗം വയ്ക്കുക നമ്മുടെ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ യുവാവിന്, ഈശോയുടെ യുവതിക്ക് പരിശുദ്ധ അമ്മ വലിയ സ്നേഹത്തോടെ അറിയിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കാൻ പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്നത്തെ ആരാധനയിൽ ലോകമാസകലമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, ഭയങ്ങളിലൂടെ, അരക്ഷിതാവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയുടെ അമ്മ സ്നേഹത്തോടെ ഇരിപ്പുണ്ട്. അമ്മ നിന്നെ തന്നെ നോക്കി നിൽപ്പുണ്ട്. അമ്മയുടെ മേൽനോട്ടത്തിലാണ് നീ. ഈശോ ഒത്തിരിയധികം സ്നേഹിക്കുന്ന ഈശോയുടെ യുവജനങ്ങളെ, ഇന്ന് അമ്മയ്ക്ക് ചില കാര്യങ്ങൾ ജപമാല ചൊല്ലുന്നതിനെ കുറിച്ചും, ജപമാല ചൊല്ലുമ്പോൾ ഒരു യുവാവിൻ്റെ, യുവതിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. നമുക്കത് കേൾക്കാൻ, അത് കേട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. നമ്മൾ ഇന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുന്നത് എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർ കടന്നു പോകുന്ന അവരുടെ പ്രായത്തിൻ്റെ, അവരുടെ ഈ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൻ്റെ എല്ലാ ആകുലതകൾ, എല്ലാ അസ്വസ്ഥതകൾ, സ്വപ്നങ്ങൾ, അതോടൊപ്പം തന്നെ തകർന്നടിഞ്ഞു പോയ ചില ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ജീവിതത്തിൽ വെളിച്ചം കെട്ടുപോയ ചില സമയങ്ങൾ, പാപം മൂലമോ ലഹരി മൂലമോ ഈശോയെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന്, ലോകത്തെ ബഹുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നൊക്കെ മാറിപ്പോയവർ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സങ്കടങ്ങളിലേക്ക് വീണുപോയവർ, പ്രതീക്ഷിക്കാത്ത ചതിക്കുഴികളിൽ വീണുപോയവർ, ഒറ്റപ്പെട്ടു പോയവർ, എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ഇന്ന് അമ്മ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നന്മപ്രവൃത്തി ഇന്ന് എന്താണെന്നറിയാമോ? നമുക്ക് സ്വന്തമായിട്ടൊരു ജപമാലയുണ്ടല്ലോ. എല്ലാ ദിവസവും നമ്മൾ ആ ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒക്ടോബർ മാസം പ്രത്യേകമായിട്ട് നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് സ്വർഗത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഈ ചെല്ലുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാവുന്ന ചിലരുണ്ടാവില്ലേ, ഈ ജപമാല ഒരെണ്ണം മേടിക്കാൻ പറ്റാത്തവർ, ജപമാല കഴുത്തിലണിയാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവർ. പ്രത്യേകിച്ച് നമ്മളിന്ന് യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മ എന്താണെന്നറിയോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ യുവാക്കൾ, യുവതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മയിലൊന്നാണിത്. നിങ്ങളുടെ ഒരു കൂട്ടുകാരന്, നിങ്ങളുടെ ഒരു കൂട്ടുകാരിക്ക് ഒരു ജപമാല നിങ്ങൾ മേടിച്ചു കൊടുക്കുക. ആ ജപമാലയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഒരു ജപമാല നിങ്ങൾ സമ്മാനമായിട്ട് ഒരാൾക്ക് മേടിച്ചു കൊടുക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ വലിയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ നന്മയാണ് ഇന്ന് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മക്കൾക്കോ, ആ മക്കൾ യുവജനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ അയൽപ്പക്കങ്ങളിലുള്ള യുവജനങ്ങൾക്ക് ഒരു ജപമാല മേടിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട ഒരാൾക്ക് ജപമാല സമ്മാനമായിട്ട് കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന
വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. നിങ്ങളിത് ചെയ്യുന്നത് വഴി പരിശുദ്ധ അമ്മ ഒത്തിരി സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. ഈശോ വലിയൊരു സ്നേഹം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊക്കെ ഇന്ന് ജപമാലയൊക്കെ പേഴ്സണലായിട്ട് ചെല്ലുമ്പോൾ, നമ്മുടെ ഗ്രൂപ്പുകളിലും കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, യുവജനങ്ങളെല്ലാം നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലും പ്രെയർ ഗ്രൂപ്പിലും ഒക്കെ നിങ്ങൾ പേഴ്സണലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കണേയെന്ന് ഞാനിതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയോടെ ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ കൈപിടിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അമ്മ ഒത്തിരി വഴി കാണിച്ചു തന്ന പോലെ നമുക്ക് വേണ്ടി ഇന്ന് ഈ പ്രത്യേക ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരു വിശുദ്ധനും കൂടെയുണ്ട്. ആരാണെന്നറിയോ? അത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയാണ്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെക്കുറിച്ച് നമുക്ക് പറയാണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ, നമ്മളെ സ്നേഹത്തോടെ ഓർക്കുന്ന കാര്യങ്ങളുണ്ട്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന ഒരു യുവ ഹൃദയമായിരുന്നു യോഹന്നാൻ്റേത്. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനാണെന്നുള്ള പല ഭാഷ്യങ്ങളും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഈശോയുടെ കൂടെ നടന്നു, എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോയി, ഈശോയുടെ അടുത്തിരുന്നു, ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്നു, ഈശോയെ മനസ്സിലാക്കി, ഈശോ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും, ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, അത് എഴുതി, അത് സാക്ഷ്യപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷം നമ്മുടെ കയ്യിലുണ്ട്. ഈശോയെ ഒരു ദിവ്യദർശനത്തിൽ കുഞ്ഞാടായി വെളിപാട് പുസ്തകത്തിൽ നമ്മൾ യോഹന്നാൻ കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ വെളിപാട് യോഹന്നാനാണ് കൊടുത്തത്. നോർത്ത് നോക്കി, എന്തൊരു സൗഭാഗ്യമായിരുന്നത്. ഈശോ ഇയാളോട് ഭയങ്കരമായി സംസാരിക്കും, ഒത്തിരി സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. ആ 12 ശിഷ്യന്മാരിൽ ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കാൻ, വക്ഷസോട് ചേർന്നിരിക്കാൻ ഈശോ യോഹന്നാനെ ഒരു പെർമിഷൻ കൊടുത്തു, ഒരു സ്നേഹത്തിൻ്റെ പെർമിഷൻ. ഒരു യുവാവിന് സ്വർഗം കൊടുത്ത വലിയൊരു സമ്മാനം അതായിരുന്നു, ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ, നിങ്ങളുടെ സ്വപ്നം കാണുന്നൊരു പ്രായമാണ്. ആ സ്വപ്നങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഓടുന്ന പ്രായമാണ്. ആ സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയും നിങ്ങളുടെ കഴിവും പ്രയത്നവും സമയവും എല്ലാം നിങ്ങൾ ഉപയോഗിക്കാൻ ചെയ്യുന്ന സമയമാണ്. ആ ഒരു വലിയ യാത്രയിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഈ സമയം, നിങ്ങൾ സ്വപ്നം കാണുന്ന ഈ സമയം, നിങ്ങൾ ഓരോ സ്റ്റെപ്പും കയറി പോകുന്നൊരു സമയം, നിങ്ങൾ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കേണ്ട വലിയൊരു സ്വപ്നം, നിങ്ങൾ പരിശ്രമിക്കേണ്ട വലിയൊരു കാര്യമാണ്. ജീവിതം ഏതൊക്കെ ദിശയിലേക്ക് നിങ്ങളെ വഴികാട്ടിയാലും, ഏതൊക്കെ സ്റ്റെപ്പ് നിങ്ങളെ ഉയർന്നുയർന്ന് നിങ്ങളുടെ ഗ്രാഫ് മുകളിലേക്ക് കയറുമ്പോഴും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിങ്ങൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവുമാണ് യോഹന്നാനെ പോലെ ഒരു യുവാവായി, ഒരു യുവതിയായി ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കണം. അങ്ങനെ നിങ്ങൾ ആ തിരുഹൃദയത്തോട് ചേർന്നിരുന്നാൽ ഈശോ ഒത്തിരി സമ്മാനങ്ങൾ നിങ്ങളുടെ ഈ യുവ പ്രായത്തിൽ, ഈ യൗവനത്തിൽ നിങ്ങൾക്ക് തരും. സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു പോകുന്ന സമയത്ത്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈശോ നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാനെ വെളിപാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിൽ കാരാഗൃഹത്തിലാണ്, ശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കാണ്, ഗുഹയിലാണെന്നൊക്കെ ഒരു ഭാഷ്യമൊക്കെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റയ്ക്കാണ്, ഇരുട്ടത്താണ്. ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ, ഒരു യുവതിയുടെ ജീവിതത്തിൽ അയാൾ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന സമയം, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട സമയം, ഒരുപക്ഷെ നമ്മൾ തന്നെ ഒരുക്കി വെച്ച ചങ്ങലയായിരിക്കാം, മറ്റുള്ളവരിട്ട കാരാഗ്രഹമായിരിക്കാം. ഇരുട്ട് അനുഭവിക്കുന്നുണ്ടാകാം, പാപത്തിൻ്റെയോ പ്രലോഭനങ്ങളുടെയോ, മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്ത ഇരുട്ടിൻ്റെ പ്രലോഭനങ്ങൾ, ഒരു ഗുഹ അന്തരീക്ഷം, ആരും കൂടെയില്ല, എക്സ്ട്രീം സൈലൻസ്, എക്സ്ട്രീം സോളിറ്റ്യൂഡ്, ഒരു യുവ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ആ ഇരുട്ടിലേക്കാണ്, ആ കാരാഗ്രഹത്തിലേക്കാണ് ദൈവകുമാരൻ ഇറങ്ങി വന്നത്, ഈശോ ഇറങ്ങി വന്നത്. ഇപ്പോൾ ഒരു യുവാവിന് ആഗ്രഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്, എത്രയെത്ര സന്തോഷം നമ്മൾ അഭിനയിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഇരുട്ടിലേക്ക്, ആ ഏകാന്തതയിലേക്ക്, ആ നിശബ്ദതയിലേക്ക് ഇറങ്ങി വരാൻ ഈശോയ്ക്ക് പറ്റും. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈശോ ഇറങ്ങി വരുമെന്ന് മാത്രമല്ല, യോഹന്നാൻ എന്ന യുവാവിന് ഈശോ കൊടുത്ത, സ്വർഗം കൊടുത്ത ആ വലിയ സമ്മാനം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, നിങ്ങൾക്കും ഈശോ തരും. ആ സമ്മാനത്തിൻ്റെ പേരാണ് പരിശുദ്ധ മറിയം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ, കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ അവസാനത്തെ നിമിഷങ്ങൾ, തൻ്റെ ജീവൻ മുഴുവൻ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ബലി കഴിച്ച ഈശോ, സമ്മാനമായി തന്ന ഈശോ, അവസാന ശ്വാസമെടുക്കുന്ന നിമിഷങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവഹൃദയങ്ങൾക്ക് ഈശോ തന്ന വലിയ സമ്മാനമാണ്. യോഹന്നാനോട് പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം, യോഹന്നാൻ പ്രതിനിധീകരിക്കുന്ന യുവജനങ്ങൾക്ക്, ഏത് കാലത്തും ജീവിക്കുന്ന യുവജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം, ഈശോ തന്ന സമ്മാനം. ഈശോ അമ്മയെന്ന് വിളിച്ച ആ അമ്മ എൻ്റെ അമ്മയാണെന്ന് പറയാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം, വലിയൊരു സമ്മാനം. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റപ്പെടൽ, സ്നേഹം കിട്ടാത്ത അവസ്ഥ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ലാത്ത ഒരവസ്ഥ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നന്മ ഏത് ചീത്ത ഏതെന്നൊന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു വലിയ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ
നിങ്ങൾക്ക് ആവശ്യം ഒരമ്മയാണ്. ഒരമ്മ ഉണ്ടെങ്കിൽ നീ ചതിക്കുഴികളിലേക്ക് വീഴില്ല, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് വീഴില്ല. ധൂർത്തപുത്രൻ്റെ ഉപമയിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന പോലെ അമ്മയുടെ ഒരു അഭാവം ആ ഭവനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അമ്മയെ കൂട്ടുപിടിക്കുക. ഈശോ തന്ന ഈ അമ്മയെ കൂട്ടുപിടിക്കുക. 33 വയസ്സോളം ഈശോയെ നോക്കി നടത്തിയ അമ്മ, പ്രത്യേകിച്ച് ആ 30 വയസ്സ് വരെയുള്ള ഈശോയുടെ പ്രൈവറ്റ് ലൈഫിൽ ഒത്തിരി ഈശോയുടെ സ്നേഹം ഈശോയ്ക്ക് കിട്ടിയത്, ഈശോയ്ക്ക് ആ സ്നേഹം മുഴുവൻ കിട്ടിയത് ഈ അമ്മയിൽ നിന്നാണ്. ആ അമ്മയ്ക്ക് ഈ യുവാവിനെ, ഈ യുവതിയെ നോക്കി നടത്താൻ പറ്റില്ലേ? യുവാവായി ഈശോയെ സ്നേഹിച്ച്, യുവാവായി ഈശോയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത്, യുവാവായി ഈശോയെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച അമ്മ യുവാവായ നിന്നെ, യുവതിയായ നിന്നെ ചേർത്ത് പിടിക്കും, നിന്നെ സ്നേഹിക്കും, നിന്നെ വഴി നടത്തും, നിന്നെ തിരുത്തും. നീ വീണുപോയാൽ ഈശോയിലേക്ക് കൈപിടിച്ച് നിന്നെ അമ്മ എത്തിച്ചോളും. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം, നമ്മളിന്ന് ജപമാല ചൊല്ലുമ്പോൾ, പേഴ്സണലായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഇത് യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ യുവാക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരുപാട് ചങ്ങലകൾ, നമ്മുടെ കയ്യിൽ ഒരായുധമായൊരു ചങ്ങല, ഒരു വലിയ ചെയിൻ ഉള്ളപ്പോൾ അവരെ വഴിതെറ്റിക്കുന്ന, യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ആയുധങ്ങൾ പുറത്തുണ്ട്. ആയുധങ്ങൾക്ക് പല പേരുകളുണ്ട്, പല ഭാവങ്ങളുണ്ട്. ആ ആയുധങ്ങളുടെ മൂർച്ച ഓരോ ദിവസവും ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. ശത്രു അത്ര പവർഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ട ആയുധവും അത്ര പവർഫുള്ളായിരിക്കണം. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ജപമാല സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചില്ലേ? ഇന്ന് യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷ കൂടി ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി ഉണ്ടല്ലോ, ഒരു ജപമാല മേടിച്ച് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയും കൂടെ ചൊല്ലിയിട്ട് വേണം നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക്, നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്ക് ഈ ജപമാല സമ്മാനമായിട്ട് കൊടുക്കാൻ. കാരണം ഈ ജപമാലയുടെ ശക്തി അവരറിയണമെങ്കിൽ അതിലേക്കൊരു ശക്തി, നാളിതുവരെ നമ്മൾ ചൊല്ലിയ ജപമാലയുടെ ശക്തി, അതിൻ്റെ കൃപ മുഴുവൻ നമ്മൾ ഈ ചൊല്ലുന്ന നമ്മുടെ കയ്യിലുള്ള നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഈ ജപമാലയിൽ ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ആ ജപമാല നമ്മുടെ സ്വന്തമായിട്ടിരിക്കുന്ന ജപമാല ആയിരിക്കാം, നിങ്ങളൊരു പേഴ്സണൽ സമ്മാനമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ജപമാല ആയിരിക്കാം. അതൊന്നെടുത്ത് കയ്യിൽ പിടിക്കാവോ? നമ്മളിന്ന് ഒരിക്കൽ കൂടി ആ പ്രാർത്ഥന ചൊല്ലാൻ പോവാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മളിത് സമ്മാനിക്കാൻ പോകുന്ന ആ യുവാവിന്, യുവതിക്ക് ഇത് കഴുത്തിലണിയുമ്പോഴും ഇത് കയ്യിലെടുക്കുമ്പോഴും ഈശോയുടെ വലിയൊരു സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രാർത്ഥനാ സഹായം കൂടെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ആ ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ ജപമാല നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഉറച്ച ബോധ്യത്തോടെ ഹൃദയം തുറന്ന് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. മറിയത്തിന്റെ പരിശുദ്ധ ജപമാലയെ, മറിയത്തിന്റെ പരിശുദ്ധ ജപമാലയെ, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹചങ്ങലേ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം തരുന്ന ശക്തി ദുർഗമേ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മരണസമയത്ത് നീ എന്റെ ആശ്വാസമായിരിക്കും. ജീവൻ പിരിയുമ്പോൾ എന്റെ അവസാന ചുംബനം നിനക്കായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പാപികളുടെ സങ്കേതമേ, ക്ലേശിതരുടെ ആശ്വാസമേ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. അമ്മേ, എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ജപമാല ഒരു സമ്മാനമായി നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. പരിശുദ്ധ അമ്മ ഇന്ന് യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും യുവജനങ്ങൾക്കൊരു വലിയ മാതൃകയായി വഴികാട്ടിയായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വപ്നങ്ങൾ വഴിക്ക് വെച്ച്
പകുതി യാത്രയിൽ തകർന്നടിഞ്ഞു പോയ ഒത്തിരി മക്കൾക്ക് ആശ്വസിപ്പിച്ചതിൻ്റെ സാക്ഷികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ജപമാല കയ്യിലെടുത്തപ്പോൾ ഒന്ന് വീണ്ടും എഴുന്നേക്കാൻ ശക്തി കിട്ടിയ ഒരുപാട് യുവജനങ്ങൾ അവരുടെ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയാലും ഒരുപാട് സാക്ഷ്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ എത്രയോ മനുഷ്യരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെയാണ് പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ ഒരു നോട്ടത്തിൽ അമ്മയുടെ വലയത്തിൽ പൊതിഞ്ഞു പിടിച്ച്, അമ്മയുടെ സ്നേഹത്തിൻ്റെ നിലക്കാപ്പയ്ക്കുള്ളിൽ, അമ്മയുടെ വിശുദ്ധിയുടെ ഉത്തരീയത്തിനുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചിട്ടുള്ളത്. പ്രത്യേകമായിട്ട് യുവജനങ്ങൾ ഇന്നത് കേൾക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ സ്വപ്നം കണ്ട് മുമ്പോട്ട് പോകുന്ന ഈ യാത്ര പലപ്പോഴും പ്രതിസന്ധിയിലൊക്കെ എത്തിപ്പോകാറുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ ജോസഫിനെ കാണുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ അവൻ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു കുഴിയിലേക്ക് വീഴുന്നത്, അവൻ വീഴ്ത്തപ്പെടുന്നത്. അതും അവൻ സംഭവിച്ചത് ചങ്കുപൊട്ടിപ്പോകുന്ന വേദന. കുഴിയിൽ വീഴുന്നതിനേക്കാൾ വേദന അവൻ്റെ സഹോദരന്മാരാണ് ആ കുഴിയിലേക്ക്, പൊട്ടക്കിണറിലേക്ക് അവനെ പിടിച്ചിട്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ഈ യൗവനത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരുപക്ഷെ ചില ചതിക്കുഴികളിൽ, ചില പൊട്ടക്കിണറുകളിൽ നിങ്ങൾ വീണു പോയേക്കാം, ആളുകൾ വീഴ്ത്തിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി വിശ്വസിച്ച ഒരാളായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പൊട്ടക്കിണറിൽ നിന്ന് നിനക്ക് തിരിച്ചു കയറി പോരാൻ വേണ്ടി മറിയം മുകളിൽ നിന്ന് ഒരു വള്ളി ഇട്ട് തരുന്നുണ്ട്. ആ വള്ളിയാണ്, ആ പിടിവള്ളിയാണ് ജപമാല. തകർന്നടിഞ്ഞു പോയി, നിരാശയിലേക്ക് കൂപ്പുകുത്തി, ഡിപ്രഷനിലേക്ക് പോയി, ഇനി മരുന്നൊക്കെ കഴിക്കേണ്ട ഒരവസ്ഥ വരെ എനിക്കൊരിക്കലും ആ സന്തോഷത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്നോർത്ത് സങ്കടത്തിൻ്റെ ഇരുട്ടിൽ മൂടി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, അമ്മ മുകളിൽ നിന്ന് നിന്നെ നോക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ആ ജപമാല ഒന്നും കൂടെ എടുക്കണം, കരങ്ങളിൽ പിടിക്കണം. അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. അമ്മ ഒരു സഹായം നിനക്ക് തന്നോളും. നീ ഒന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിച്ചാൽ, നീ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചാൽ, ആ ഉയർത്തിപ്പിടിച്ച കയ്യിലേക്ക് അമ്മ സ്വർഗം ഈ ജപമാല തരികയാണ്. ആ ജപമാലയിൽ പിടിച്ച് നിനക്ക് കയറി വരാൻ പറ്റും. നിനക്ക് ഈശോയെ വീണ്ടും കാണാൻ പറ്റും. നിൻ്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിടരും. നിൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രകാശം തെളിയും. ദുഃഖത്തിൻ്റെ കഥകളെല്ലാം നിനക്ക് അവസാനിപ്പിച്ച് ഈ പൊട്ടക്കിണറിൻ്റെ ഇരുട്ടുകൾ, നിരാശയുടെ കൂപ്പുകുത്തലുകളൊക്കെ അവസാനിപ്പിച്ച് നിനക്ക് കയറി വരാം. സാധ്യതകൾ ഇനിയും കിടപ്പുണ്ട്. നീ ആ കുഴിയിലേക്ക്, ആ പൊട്ടക്കിണറ്റിലേക്ക് നോക്കിയിരുന്നാൽ നീ വീണ്ടും സങ്കടപ്പെടുകയുള്ളൂ. നീ അതിൻ്റെ വശങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ചിലപ്പം ദുഃഖത്തിലേക്ക് വീണു പോവുകയുള്ളൂ. കാരണം സഹായിക്കാൻ ആരുമില്ല. ഈ പൊട്ടക്കിണറിൻ്റെ ഭിത്തി മാത്രം തടസ്സമായിട്ട് നിനക്ക് കാണാം. പക്ഷെ നീ മുകളിലേക്ക് നോക്കണം. ആ വീണുപോയ പൊട്ടക്കിണർ ഒരുപക്ഷെ പാപത്തിൻ്റെതായിരിക്കാം, ചതിക്കുഴികളുടേതായിരിക്കാം, നിന്റെ തന്നെ ദുശീലങ്ങളുടേതായിരിക്കാം, വന്നുപോയൊരു അബദ്ധത്തിൻ്റെ പൊട്ടക്കിണറായിരിക്കാം. നിനക്ക് തിരിച്ചു കയറി പോരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മുകളിലേക്ക് നോക്കണം. ഈശോ അവിടെ ഉണ്ട്. ആ ഈശോ അവിടെ ഉണ്ടെന്ന് നിനക്ക് ബോധ്യം തന്നുകൊണ്ട് ആ കിണറിൻ്റെ കരയിൽ അമ്മ ഇരിപ്പുണ്ട്. അമ്മ നിനക്ക് തിരിച്ചു കയറി പോരാൻ ഒരു കൈസഹായം തരും. ജപമാലയാണത്. അമ്മ നിന്നോട് വീണ്ടും സ്വപ്നം കാണാൻ പറയും. അമ്മ നിന്നോട് വീണ്ടും അധ്വാനിക്കാൻ പറയും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 26 മുതലുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 28-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ യാക്കോബും സ്വപ്നം കാണുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെടുന്നത് അയാൾ കാണുകയാണ്. അയാൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മാനുഷികമായിട്ട് നോക്കിയാൽ ഒരു നദിക്കരെ കല്ല് തലയണയാക്കി വെച്ചിട്ടാണ് യാക്കോബ് ഉറങ്ങുന്നത്. നമുക്കറിയാം, നമുക്കൊരു നല്ല മെത്ത കിട്ടിയാലും, നല്ലൊരു തലയണ കിട്ടിയാലും ഉറക്കം കിട്ടാത്ത രാത്രികളുണ്ട്. നമുക്ക് ടെൻഷൻ അടിച്ച് നാളെ എന്താവും, ജോലി നഷ്ടപ്പെടുമോ, ഈ പരീക്ഷ പാസ്സാവോ, ഇൻ്റർവ്യൂ കടന്നുകൂടാൻ പറ്റുമോ, ഈ ചെയ്യുന്നതൊക്കെ ശരിയാകുമോ, ഈ പാപത്തിൽ നിന്ന് കയറിപ്പോരാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് സങ്കടം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. യാക്കോബ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ. ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കല്ല് പോലും തലയണയാക്കി വെച്ച് അവൻ ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുമ്പോൾ അവൻ സ്വപ്നം കാണുകയാണ്, ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നം. അയാൾ കണ്ട സ്വപ്നം സ്വർഗത്തിലേക്ക് ചാഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഗോവണിയാണ്. മാലാഖമാർ മുകളിലേക്കും കയറുന്നു, താഴേക്ക് ഇറങ്ങുന്നു. അവിടെ വെച്ച് അവസാനിച്ചില്ല. ഈ ഗോവണിയുടെ മുകളിൽ വെച്ച് അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഒരു പൂർവ്വപിതാവ്, ആ ചെറുപ്പക്കാരൻ കേട്ട വലിയൊരു വാഗ്ദാനമുണ്ട്. യാക്കോബിനോട് ദൈവം പറയാണ്, യാക്കോബേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ കാണും. നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നത് വരെ നിന്നെ ഞാൻ കൈവിടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു രാത്രിയിലൂടെ നീ കടന്നു പോകുന്നുണ്ടാകാം. ഉറക്കം കിട്ടാത്ത ദിവസങ്ങളായിരിക്കാം, പ്രതീക്ഷയില്ലാത്ത പകലുകളായിരിക്കാം. ഒരുപക്ഷെ ഈ കല്ല് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നൊരു അനുഭവമായിരിക്കാം. ഉറക്കം പോയി, സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു, സങ്കടങ്ങൾ മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ സ്വപ്നം കണ്ട് ഉറങ്ങാൻ, ആ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ, ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ എഴുന്നേറ്റോടാൻ വേണ്ടി ഈശോ നിന്നെ ക്ഷണിക്കുന്നുണ്ട്. ഈ സ്വർഗത്തിലേക്ക് ചാരി വെച്ച ഗോവണി എന്താണെന്നറിയോ? അത് പരിശുദ്ധ അമ്മയാണ്. നിനക്ക് സ്വർഗത്തിലേക്ക് കയറാനും ഈശോയ്ക്ക് നിൻ്റെ അടുത്തേക്ക് വരാനും സ്വർഗം നിനക്കൊരുക്കി വെച്ച ഒരു ഗോവണി.
സ്റ്റെപ്പായിട്ട് ഈ കുഴിയിൽ നിന്ന് നിനക്ക് കയറിപ്പോരാൻ, നീ കയറിപ്പോരുന്നത് വെറുതെ ഭൂമിയിലേക്കല്ല, നിന്റെ സാഹചര്യങ്ങളിലേക്കല്ല, ഈശോയുടെ സന്നിധിയിലേക്കാണ്. ആ ജപമാല കയ്യിൽ പിടിച്ച് ഈ ഏണിയിൽ ചവിട്ടി നീ മുകളിലേക്ക് കയറണം. ഈ ഗോവണി നിന്നെ സ്വർഗത്തിലെത്തിക്കും. ഈശോയുടെ തിരുമുഖം കാണാൻ നിന്നെ സഹായിക്കും. ആ ഈശോ നിന്നോട് പറയും. യാക്കോബേ എന്ന് ആ ചെറുപ്പക്കാരൻ്റെ പേര് ചൊല്ലി വിളിച്ച ആ ദൈവം ഇന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ യുവാവിനോട്, ഈശോയുടെ യുവതിയോട് നിൻ്റെ പേര് ചൊല്ലി നിന്നോട് വിളിച്ചിട്ട് പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ നിൻ്റെ കൈവിടില്ല, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. ഈ ഉറപ്പ് യാക്കോബിന് കിട്ടിയിട്ടാണ് യാക്കോബ് എഴുന്നേറ്റ് അവിടെ ദൈവത്തിൻ്റെ മുഖം കണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് അവൻ യാത്ര തുടരുന്നത്. അവൻ ജോലി അന്വേഷിക്കുന്നുണ്ട്, അവൻ ജീവിത പങ്കാളി അന്വേഷിക്കുന്നുണ്ട്. എല്ലാ സ്വപ്നങ്ങൾക്കും ഒടുക്കം അവൻ യാബോക്ക് നദീതീരത്തെത്തുമ്പോൾ അവൻ ദൈവത്തെ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ഒരു മൽപ്പിടുത്തത്തിലൂടെ, ത്രൂ എ ഗ്രേറ്റ് എൻകൗണ്ടർ ദൈവത്തെ അവൻ കാണുകയാണ്. അവിടെ വെച്ചൊരു മൽപ്പിടുത്തം ഉണ്ടാകുന്നു. ജീവിതത്തിൻ്റെ സ്ട്രഗിൾ ആ യുവാവ് ഫേസ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരു യുവാവിൻ്റെ ജീവിതമാണ്. എന്നിട്ടും അയാൾക്ക് സഹനങ്ങളുണ്ടായി. അയാളുടെ ഇടുപ്പിൽ തകരുകയാണ്, അയാളുടെ തുടയിൽ തകരുകയാണ്, ഒരു തട്ട്, ഒരു വേദന അയാൾക്ക് കിട്ടുകയാണ്. പക്ഷേ അവിടെ യാക്കോബ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. കർത്താവ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ലെന്ന്. അനുഗ്രഹിക്കുന്നുണ്ട് കർത്താവ്. തീർച്ചയായിട്ടും അവന് ഭാര്യമാരെ കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു, സ്വത്തുവകകൾ കൊടുത്തു, ആരോഗ്യം കൊടുത്തു, സൗന്ദര്യം കൊടുത്തു. ഇനി എന്ത് അനുഗ്രഹമാണ് അവന് ബാക്കി? അവന് കിട്ടാനുള്ള ഒരൊറ്റ അനുഗ്രഹമുള്ളൂ, എന്നെ മുറുകെ പിടിച്ച കർത്താവിനെ ഞാനും മുറുകെ പിടിക്കും, അത് ഉള്ളിലേക്ക് രൂഢമൂലമായിട്ട് നിറയണം. അവൻ അന്ന് യാബോക്ക് നദീതീരത്ത് എല്ലാം അക്കരെ, അവൻ ഇക്കരെ ഒറ്റയ്ക്ക്. ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം ഒറ്റപ്പെടൽ. അവിടെ പക്ഷേ അവൻ ദൈവത്തിൻ്റെ മുഖം കണ്ടു. ദൈവം അവനെ മുറുകെ പിടിച്ചിരിക്കുന്നവൻ അറിഞ്ഞു. ആ മുറുകെ പിടിച്ച കർത്താവിനെ ഒരു മൽപ്പിടുത്തം പോലെ, ഒരു എൻകൗണ്ടർ അനുഭവത്തിൽ അവനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ദൈവത്തോട് അവനൊരു തീരുമാനം പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടില്ല, അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ല കർത്താവേ എന്ന്. അനുഗ്രഹം അവന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തീരുമാനം മുഴുവൻ ഇതാണ്, ഞാൻ ദൈവത്തെ വിടില്ല. ഉൽപ്പത്തി 28:15 അവനോട് ദൈവം പറഞ്ഞു, യാക്കോബേ നിന്നെ ഞാൻ കൈവിടില്ല. അവൻ തിരിച്ച് ദൈവത്തോട് പറയാണ്, കർത്താവേ ഞാൻ നിന്നെയും വിടില്ല. അന്നു മുതൽ അവനൊരു അനുഗ്രഹമായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജനങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരോടും ആവശ്യപ്പെടട്ടെ, ഈ ഒരു വചനം കൂടെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. ഇന്ന് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു വചനം അതാണ്. ഉൽപ്പത്തി പുസ്തകം 28:15 നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത് പ്രാർത്ഥിക്കണം. യാക്കോബേ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിന്നെ പേര് ചൊല്ലി വിളിച്ചാൽ ദൈവം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ കൈവിടില്ലെന്ന് പറയാണ്. നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ കാണും. നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നവരെ, ഈ വാഗ്ദാനങ്ങൾ, നീ കണ്ട സ്വപ്നങ്ങൾ, നിൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്ന സ്വപ്നങ്ങൾ നിറവേറ്റുന്നവരെ ആ കർത്താവ് നിന്നെ കൈവിടില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇതിനോട് ചേർന്ന് നമുക്ക് വാഗ്ദാനം തരുന്നുണ്ട്. കാരണം അമ്മ ഈ വാഗ്ദാനം കേട്ടു. ദൂതൻ വന്ന് പറയുന്നുണ്ട്, മറിയമേ ഭയപ്പെടണ്ട, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. യാക്കോബിനോട് പറഞ്ഞ അതേ വാഗ്ദാനം ദൈവം, സ്വർഗത്തിൻ്റെ ഭാഷ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു ദൂതൻ മറിയത്തോട് പറയാണ് കൂടെയുണ്ടെന്ന്. യാക്കോബിനോട് ഇത് പറഞ്ഞ ദൈവം, മറിയത്തോട് ഇത് പറഞ്ഞ ദൈവം, ഈശോയെ സ്നേഹിക്കുന്ന, മറിയത്തിൻ്റെ കൂട്ടുപിടിക്കുന്ന, അവളെ അമ്മയായി വിളിക്കുന്ന നിന്നോടും പറയാനുള്ളത് ഒറ്റ കാര്യം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ബോധ്യം എന്നെ കേൾക്കുന്ന എല്ലാ യുവതി യുവാക്കളിലേക്ക് നിറയണം. അതിന് നിങ്ങൾ ആഗ്രഹിക്കണം. ഈ വചനം കാണാതെ പഠിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലേക്ക് എല്ലാം സമർപ്പിക്കണം. നിങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകണം. സ്വപ്നങ്ങൾ ഇനിയും നമ്മൾ കാണണം. സങ്കടങ്ങളുടെ ഒരു പെയ്ത്തൊഴുക്കുണ്ട്. പൊട്ടക്കിണറുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകാം. കുഴികൾ നമ്മുടെ മുമ്പിൽ വെട്ടിയൊരുക്കിയിട്ടുണ്ടാകാം. പക്ഷേ ആ കുഴിയിൽ വീണുപോയാൽ പോലും നിന്നെ പിടിച്ചു കയറ്റാൻ നിനക്ക് വേണ്ടി നിന്നെ നോക്കി നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മ കൈപിടിച്ചെത്തിക്കുന്നത് നിന്നെ ഈശോയിലേക്കാണ്. സ്വപ്നങ്ങളൊന്നും എവിടെ അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞതൊന്നും കഥകളല്ല, ഇനിയുള്ളതാണ് നിനക്ക് വേണ്ടി കർത്താവ് എഴുതി വയ്ക്കാൻ പോകുന്ന പുതിയ ചരിത്രം. അവസരങ്ങൾ ഇനിയും നിൻ്റെ മുമ്പിൽ വരും. വാതിലുകൾ ഇനിയും നിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കും. അടഞ്ഞുപോയ വഴികളോ വീണുപോയ കുഴികളോ ഓർക്കണ്ട. യു ട്രൈ ടു ഗെറ്റ് അപ്പ്. നീ എഴുന്നേക്കാൻ ശ്രമിക്കുക. നീ എഴുന്നേക്കാൻ ശ്രമിച്ചാൽ നിന്നെ കയ്യെ പിടിക്കാൻ ഈശോയുണ്ട്. എഴുന്നേപ്പിച്ച് ഈശോയിലേക്ക് എത്തിക്കാൻ നിനക്കൊരു അമ്മയുണ്ട്. യോഹന്നാൻ അന്നു മുതൽ അവളെ അമ്മയായി വീട്ടിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഈ പ്രായത്തിൽ, നിൻ്റെ ഈ സ്വപ്നങ്ങളിൽ, നീ വീണുപോയ ആ കുഴികളിൽ നീ അവളെ വിളിക്കണം, അമ്മയെ വിളിക്കണം, ജപമാല കയ്യിലെടുക്കണം. നീ കണ്ട സ്വപ്നങ്ങളിൽ ഈശോയുടെ കൂട്ടുപിടിച്ച് ആ സ്വപ്നങ്ങളിലൂടെ ചിറകടിച്ച് നടക്കാൻ ഈശോയുടെ അമ്മ നിന്നെ സഹായിക്കും. കരങ്ങൾ ഹൃദയത്തോട് ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കാമോ? നമ്മുടെ യുവഹൃദയങ്ങളിൽ ഒരുപക്ഷെ ആഴത്തിൽ കിടക്കുന്ന കുറച്ച് വേദനകളുണ്ടാകാം. പഴയ കാലങ്ങളുണ്ടായ ചതിക്കുഴികളോ സങ്കടങ്ങളോ ഒറ്റുകൊടുക്കലുകളോ ഒക്കെ എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുത്തേക്കുക. ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം എടുക്കുക. യോഹന്നാനെ പോലെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു യുവാവായിട്ട്, യുവതിയായിട്ട്, യോഹന്നാനെ പോലെ
ഈശോയുടെ അമ്മേനെ സ്വന്തം അമ്മയായിട്ട് വീട്ടിലേക്ക് സ്വീകരിക്കുന്ന, ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു മകനായൊരു മകളായി നീ ജീവിക്കണം. കഴിഞ്ഞ കാലങ്ങൾ ഒരുപാട് പുഴുക്കുത്തുകൾ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുഴികളിലേക്ക് നിന്നെ വീഴ്ത്തിയിട്ടുണ്ട്. പലതും ചീഞ്ഞു നാറുന്ന അവസ്ഥ, ലാസറിൻ്റെ കുടീരം പോലെ ചീഞ്ഞു നാറുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷേ അടക്കി 4 ദിവസമായിട്ടും ചീഞ്ഞു നാറുമെന്ന് പലരും പറഞ്ഞിട്ടും ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞ് കെട്ടുകളഴിച്ച് നീ ഇനി മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞ കർത്താവാണ് മുമ്പിൽ നിൽക്കുന്നത്. അതിലേക്ക് നിന്നെ ക്ഷണിക്കുന്നത്, ആ കല്ലറയിലേക്ക് ഈശോയെ എത്തിക്കുന്നത് മറിയമാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, ഒരു നിഴലായി യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ആഴത്തിലൊന്ന് വായിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. മറിയം എത്തിക്കും നമ്മുടെ ഇരുളടഞ്ഞ ആ ഗുഹകളിലേക്ക്. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടതുപോലെ ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം നിനക്കും കാണാൻ പറ്റും. കുഞ്ഞെ, മറിയത്തെ മുറുകെ പിടിക്കുക. ആ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയുടെ സമയത്തേക്ക് പ്രവേശിക്കാം. ഇന്ന് ആരാധനയിൽ എല്ലാ യുവതി യുവാക്കളെയും നമ്മൾ സമർപ്പിക്കുന്നു, നമ്മുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു. തകർന്നടിഞ്ഞു വീണ് പോയ നമ്മുടെ സ്വപ്നങ്ങളെയും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ ആരാധനയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുരാജാ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുരാജാ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ഈശോയെ, നിത്യ സത്യ സ്നേഹമേ, എന്നും നിന്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ, നിന്റെ അടുത്ത് നിന്റെ ചാര ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം, സന്തോഷമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിന്റെ ചാരത്തിരിക്കാൻ, നിന്റെ നെഞ്ചോട് ചേർന്നിരിക്കാൻ യോഹന്നാൻ ചേർന്നിരുന്നത് പോലെ ആ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ, എന്നും നിന്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കും
സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹത്തോടെ ചേർന്ന് പാടുകേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഈശ്വരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന. യേശുവേ ആരാധന, ആരാധന, ഈശ്വരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, സ്നേഹിക്കുന്നേ, ഈശോയെ. സ്നേഹിക്കുന്നേ, ഓ എൻ്റെ സ്നേഹമേ, സ്നേഹിക്കുന്നേ യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ നിത്യ സത്യസ്നേഹമായ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഈ നല്ലൊരു ദിവസം, ഈ സമയത്ത് നിന്റെ സാന്നിധ്യം അറിഞ്ഞ് നിന്നെ ആരാധിക്കാൻ, നിന്റെ കൂടെ ആയിരിക്കാൻ നീ അനുഗ്രഹിച്ചു തന്ന ഈ സമയത്തെ ഓർത്ത്, ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയാണ്. കർത്താവെ, ഞങ്ങൾ പാടി പ്രാർത്ഥിച്ചതുപോലെ ദിനം മുഴുവൻ, ദിവസം മുഴുവൻ, മണിക്കൂറുകൾ മുഴുവൻ നിന്റെ കൂടെ ചേർന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ ആനന്ദം. സങ്കീർത്തനം 73 25 മുതലുള്ള വാക്യങ്ങൾ ആസാഫ് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം. അവിടുന്നാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനും ബലം നൽകുന്നത്. കർത്താവെ, ഈ സ്നേഹം, ഈ സാന്നിധ്യത്തിൻ്റെ സ്നേഹവും സാന്ത്വനവും ഞങ്ങൾ ആവോളം അനുഭവിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാണ്. ഈ ആരാധനയുടെ നിമിഷം ഈശോ, നിന്നെ അറിയാൻ, നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ യാചിച്ച് പാടി പ്രാർത്ഥിച്ചതുപോലെ നിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, ആ സ്നേഹം എത്രമാത്രം പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം, ഞങ്ങളുടെ കുറവുകൾ നിമിത്തമൊക്കെ ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ട് ഈശോയെ. ഇന്ന് ഈ ആരാധനയിൽ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ആ സ്നേഹം, അങ്ങയുടെ കൂടെ നിൽക്കുന്ന ആ ആനന്ദം തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ഓർക്കുക യുവജനങ്ങളെയാണ്. എല്ലാ യുവജനങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഇന്ന് സമർപ്പിച്ച് നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ എഴുതി അറിയിച്ച ആ നിയോഗങ്ങളെല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് ഇന്ന് നമ്മളൊരു കൂട്ടായ്മയായിട്ട് കൊടുക്കുകയാണ്. ഈശോയെ ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ഈശോ നിങ്ങൾക്കൊരു വലിയ ആനന്ദമായി തീരണം. ഈ ലോകം തരുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ആനന്ദങ്ങൾക്കും അപ്പുറം ഈശോ ഒരു ആനന്ദമാകണം. ഈശോ ഒരു ലഹരിയാവണം. ഈശോ ഒരു ലഹരി ആയില്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലേക്ക്, ലഹരികളിലേക്ക് നമുക്ക് പോകും. ഈശോയുമായി അഡിക്റ്റഡായ ഒരു ലൈഫ്, ഒരു ജീവിതം നമുക്ക് വേണം. അതേ നമ്മളെ ആനന്ദത്തിലേക്ക് എത്തിക്കുകയുള്ളൂ.
ലോകം ഒത്തിരി സന്തോഷങ്ങൾ നമുക്ക് തരുന്നുണ്ട്, ഒത്തിരി നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒടുക്കം ഒരു ശൂന്യത നമ്മൾ അനുഭവിക്കാറുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. ആ ശൂന്യതയെ പോലും നികത്താൻ പറ്റുന്ന, നിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും ആനന്ദങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും അപ്പുറം നിന്നെ പൂർണ്ണയാക്കാൻ പറ്റുന്ന ഒറ്റ ആളേ ഉള്ളൂ. അത് ഈശോയാണ്, ഈശോയുടെ സ്നേഹമാണ്. നീ കണ്ട സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ, നീ സ്വപ്നം കണ്ട ഇടത്ത് നിന്നെ എത്തിക്കാൻ പറ്റുന്ന ആ ഒറ്റ സ്നേഹം, ആ സ്നേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈശോ. അവനെ മറക്കരുത്. പലപ്പോഴും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ ചിറകടിച്ച് പോകുമ്പോൾ നമ്മൾ ആ ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, പാപത്തിലേക്ക് വീണു പോയിട്ടുണ്ട്, ലഹരികൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. തിരിച്ചു വരാം, ഈശോ എന്ന ലഹരിയിലേക്ക് നമുക്ക് തിരിച്ചു വരണം. സഭാപ്രസംഗന്റെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുൻപ് നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കണം, സൃഷ്ടാവിനെ സ്മരിക്കണം. ഈ യൗവനകാലം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവാക്കളെ, യുവതികളെ, ഈശോ ഇപ്പോൾ ഓർക്കണം. ജീവിതത്തിൽ എന്തൊക്കെ ഓർത്തെടുത്താലും എന്തൊക്കെ നേടിയെടുത്താലും നീ ഈശോയെ മറന്നാൽ ഒരു വലിയ ശൂന്യത, ഒരു എംപ്റ്റിനെസ് മാത്രമായിരിക്കും നീ അനുഭവിക്കാൻ പോകുന്നത്. നമുക്ക് തിരിച്ചു വരണം ഈശോയിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക്. അവനെ ഒന്ന് നോക്കുക. നീ ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടും സ്നേഹം കൊണ്ട് നിന്നെ തിരിച്ചു വിളിക്കുന്ന കർത്താവാണ്. പരിശുദ്ധനായ ദൈവം നിന്റെ യുവഹൃദയത്തെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നിലും ആനന്ദം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങൾ, ഇരുട്ടിൻ്റെ ദിവസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നിന്നെ സ്നേഹിക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ നിനക്ക് ഈശോയുണ്ട്. ഈശോയിലേക്ക് നോക്കുക. ആ തമ്പുരാൻ ഇന്ന് അൾത്താരയിൽ നിന്ന് നിന്നോട് പറയുന്ന ഇതാണ്: നിന്റെ കുറവുകളുണ്ടാകാം, നിന്റെ പാപങ്ങളുണ്ടാകാം, നിന്റെ സങ്കടങ്ങളുണ്ടാകാം, നിന്റെ ഇരുട്ടുകളും നിന്റെ നിരാശകളും നിന്റെ ഡിസോർഡറുകളും നിന്റെ ആങ്സൈറ്റികളും ഒക്കെ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാകാം. ഈശോയിൽ നിന്നെല്ലാം നിന്നെ അകറ്റിയിട്ടുണ്ടാകാം. ഈശോയിലേക്ക് അടുക്കേണ്ട ഒരു സമയങ്ങളിൽ പാപത്തിന്, ലഹരികൾക്ക്, സങ്കടങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് നീ തിരിച്ചുപോയി, നീ വീണുപോയി. ഈശോ ഒറ്റ കാര്യമാണ് നിന്നോട് പറയുന്നത്: എനിക്ക് നിന്നെ വേണം, ഐ നീഡ് യു. നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് നിന്നെ വേണം. അങ്ങനെ പലരും നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും, പല ലഹരികളും പല ബന്ധങ്ങളും നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവിടെയൊന്നും ഈശോയെ നീ കണ്ടില്ല. ഈശോ ഇല്ലാതിരുന്ന ആ ബന്ധങ്ങളെല്ലാം കുഞ്ഞെ നിനക്ക് ബന്ധനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഈശോ ഇല്ലാതിരുന്ന എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളായി, ഈശോ ഇല്ലാത്തതെല്ലാം നമുക്ക് പാപങ്ങളുമായി മാറി. ഇന്ന് നമുക്ക് തിരിച്ചു വരണം. കാരണം വിളിക്കുന്നത് ഈശോയാണ്. എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് പട്ടുകുഴിയിലേക്ക് വീണ് പോയേക്കാം, പന്നിക്കൂട്ടത്തിൽ പെട്ടുപോയേക്കാം, ചീത്ത ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോയേക്കാം. പക്ഷേ ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, നിന്നെ വേണമെന്ന് പറഞ്ഞ്. ലൂക്കാ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു തരുന്ന കഥകൾ, ആ ഉപമകളിലുണ്ട്. നീ ഒരു നാണയമായിരിക്കാം, നീ ഒരാട്ടിൻകുട്ടിയായിരിക്കാം, നീ സ്നേഹമറിഞ്ഞൊരു മകനായിരിക്കാം. അറിവില്ലാത്തത് മൂലം നീ തെറ്റ് ചെയ്തു പോയെങ്കിൽ, ഈശോയുടെ സ്നേഹം അറിയാതെ ഒരു നാണയം പോലെ, ഒരു കുഞ്ഞാടിനെ പോലെ അശ്രദ്ധമായിട്ട് നീ ഓടി അകന്നെങ്കിൽ ഈശോ നിന്നെ അന്വേഷിച്ചിറങ്ങും. ഈശോയുടെ സ്നേഹം അറിഞ്ഞ്, അപ്പൻ്റെ വാത്സല്യമൊക്കെ അറിഞ്ഞിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് തെറ്റിലേക്ക് നീ പോയാൽ ഈശോ നിന്നെ ഉപേക്ഷിക്കില്ല. അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും, സ്നേഹത്തോടെ അവൻ കാത്തിരിക്കും. ഇന്ന് കാത്തിരിക്കുകയാണ് അവൻ ഈ അൾത്താരയിൽ. നീ തിരിച്ചു വരണം, നീ തിരിച്ചു വരണം. നിന്നെ വേണം. നീ കുട്ടും പാപിയാണെങ്കിലും, നീ സങ്കടത്തിൽ നീറി മുറിയുകയാണെങ്കിലും, നിന്റെ ശരീരവും മനസ്സുമൊക്കെ വേദന കൊണ്ട് പുകയുകയാണെങ്കിലും, ഈശോ നിന്നെ നോക്കി, നിന്റെ കണ്ണുകളിലേക്ക് നോക്കി, കരങ്ങൾ നിന്നിലേക്ക് നീട്ടിയിട്ട് പറയുന്നതാണ്: ഐ നീഡ് യു. കുഞ്ഞെ, എനിക്ക് നിന്നെ വേണം. ഈ പ്രായത്തിൽ എനിക്ക് നിന്നെ വേണം. നിന്റെ യൗവനത്തിൽ നിന്റെ കർത്താവിനെ നീ ഓർക്കണം. നിന്നെ നോക്കുന്ന കർത്താവിനെ നീ ഓർക്കണം. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. കുഞ്ഞെ, സങ്കടത്തില്, ഇരുട്ടില്, നിരാശയിലൊക്കെ നീ വീണ് കിടക്കാണോ? ആരും എന്നെ സ്നേഹിക്കാനില്ല, ആരും ചേർത്ത് പിടിക്കാനില്ല, ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീ പരിതപിച്ച് നിൽക്കുകയാണോ? സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റാതെ നീ വീർപ്പ് മുട്ടി നിൽക്കുകയാണോ? ആർക്കും വേണ്ടാത്ത നിന്നെ എന്ന് നീ തന്നെ നീ വിധി കൽപ്പിച്ചെങ്കിലും ഇന്ന് ഈശോ നിന്നോട് പറയുകയാണ്: എനിക്ക് വേണം. ഈ വരികള് ഗായക സംഘമല്ല, ഈശോയാണ് നിന്റെ ഹൃദയത്തോട് പറയുന്നത്: എനിക്ക് നിന്നെ വേണം,
നീ രോഗിയാണെങ്കിലും നീ പാപിയാണെങ്കിലും നീ അകന്നു പോയാലും എനിക്ക് നിന്നെ വേണം. നിന്നെ ആർക്കും വേണ്ട എന്ന് നീ പറഞ്ഞാലും, നീ ഒരു ശാപമാണെന്ന് നീ തന്നെ വിധി കൽപ്പിച്ചാലും, മറ്റുള്ളവർ നിന്റെ നേരെ വിരൽ ചൂണ്ടിയാലും, ഈശോയ്ക്ക് നിന്നോട് പറയാനുള്ള അതാണ്, എനിക്ക് നിന്നെ വേണം. ആ സ്വരം ഒന്ന് കേട്ടെ, ഈശോയിൽ നിന്ന് ആ സ്വരം ഒന്ന് കേട്ടെ. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. നിന്നെ വേണ്ടതാണ് ഈശോയ്ക്ക്. ഹി നീഡ്സ് യു. ഇപ്പോൾ വലിയൊരു അർജൻസിയിൽ, വലിയൊരു എമർജൻസി പോലെ ഈശോ നിന്നെ വിളിക്കുകയാണ്. കുഞ്ഞെ, നിന്റെ ഈ യൗവനത്തിൽ ഈശോയോട് കമ്മിറ്റ്മെന്റ് നീ എടുക്കണം. ലോകത്തിൽ പലരെയും നീ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ കണ്ടുമുട്ടിയവനെ പോലെ അല്ല നീ ഇപ്പൊ കാണുന്ന ഈശോ. ഇവിടെ ഒരു എൻകൗണ്ടർ നടക്കാണ്. ഈശോ നിന്നെ മുറുകെ പിടിക്കുന്നൊരു സമയം. യാക്കോബിന്റെ യൗവന പ്രായത്തിൽ അവൻ സ്വപ്നം കണ്ട് നടന്നൊരു പ്രായത്തിൽ ഹി മെറ്റ് ഹിസ് ലോർഡ്. അവൻ അവന്റെ കർത്താവിനെ കണ്ടു. അവൻ സ്വപ്നം കണ്ടുറങ്ങി. അവൻ മാലാഖമാരെ കണ്ടു. ആ സ്വപ്നങ്ങളൊന്നും അവനെ പൂർണ്ണതയിൽ എത്തിച്ചില്ല. അനുഗ്രഹം എന്തോ ബാക്കി കിടപ്പുണ്ടായിരുന്നു. ചേട്ടനായ ഏസാവിനെ പറ്റിച്ച് നേടിയെടുത്ത ഒരു അനുഗ്രഹമല്ല, കർത്താവിന് സ്വപ്നത്തിൽ കണ്ട ഒരു അനുഗ്രഹമല്ല, അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമല്ല. യാക്കോബിനെ കാത്തിരുന്ന ഒരു ബ്ലെസ്സിങ്, അത് കർത്താവിനെ നേരിട്ട് കണ്ട് ആ എൻകൗണ്ടറിൽ സംഭവിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ താളുകൾ മറിയുമ്പോൾ ആ കടലാസ് കഷ്ണങ്ങൾക്കുള്ളിൽ അകന്ന് നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന ആ ഒരു സ്നേഹത്തിലേക്ക് ഒരു വിളി നമ്മൾ കാണുന്നുണ്ട്. ആ വിളി സ്വീകരിച്ച് നിങ്ങൾ എത്തുമ്പോൾ അതൊരു കടലാസ് കഷ്ണമല്ല, ഈശോ നിനക്ക് എഴുതിയ കത്താണെന്ന് മനസ്സിലാകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 32, 33 അധ്യായങ്ങളിൽ എത്തുമ്പോൾ നിനക്ക് വേണ്ടി മാത്രം എഴുതി വെച്ച ആ ഒരു കടലാസിൽ ആ വിശുദ്ധ വചനങ്ങൾ രേഖപ്പെടുത്തിയത് കുഞ്ഞെ നിനക്ക് വേണ്ടിയിട്ടാണ്. യാക്കോബിനെ ഒരു നായകനായി അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോ നിന്നോട് സംസാരിക്കായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട യുവാവേ, യുവതി, നിന്നോട് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പൂർണ്ണമാകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. ലോകം തന്ന അനുഗ്രഹങ്ങളല്ല, കർത്താവ് തന്ന അനുഗ്രഹം. അവനെ നീ കണ്ടുമുട്ടണം. മീറ്റ് ഹിം. ഇന്ന് ഈ അൾത്താരയിൽ ഈശോ ഉണ്ട്. യാബോക്ക് നദീതീരത്ത് ഏകാന്തതയിൽ ഒറ്റയ്ക്കായി പോയ യാക്കോബിന് മുമ്പിലേക്ക് ഇറങ്ങി വന്ന് അവനെ മുറുകെ പിടിച്ച കർത്താവ്. ആ കർത്താവിനോട് അവനൊരു വാഗ്ദാനം കൊടുത്തു. കർത്താവേ, ഞാൻ നിന്നെ വിടില്ല, ഞാൻ നിന്നെ മുറുകെ പിടിച്ചോളാം. കാരണം യാക്കോബിനോട് കർത്താവ് പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ വിടില്ല. ഉൽപ്പത്തി 28:15, യാക്കോബേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ കാണും. നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയപ്പെടരുത്. സങ്കടങ്ങളൊക്കെ ഒഴിവാക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ആരാധനയിൽ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ യുവഹൃദയങ്ങളെ, മേക്ക് എ കമ്മിറ്റ്മെന്റ് വിത്ത് യുവർ ലോർഡ്. ഈ സമയം ഈശോയുടെ ഒരു പ്രോമിസ് എടുക്കുക. ഞാൻ നിന്നെ കൈവിടില്ല കർത്താവേ, നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ലെന്ന്. കർത്താവ് നിന്നെ മുറുകെ പിടിക്കും. യാക്കോബിനോട് കൊടുത്തൊരു വാഗ്ദാനം, പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാഗ്ദാനം, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടരുത്, സങ്കടപ്പെടരുത്, കരയരുത്. കഴിഞ്ഞ കാലങ്ങൾ ഒത്തിരി പരാജയങ്ങൾ നിനക്ക് തന്നിട്ടുണ്ടാകാം. ആ പരാജയങ്ങളുടെ വേദനയിൽ, നിരാശയുടെ പടുകുഴിയിലേക്ക് നീ ഇപ്പോൾ വീണ് കിടക്കുന്നുണ്ടാകാം. തിരിച്ചു കയറിപ്പുറം പറ്റില്ലെന്ന്, സഹായിക്കാൻ ആരുമില്ലെന്നോർത്ത് നീ പരിതപിക്കുന്നുണ്ടാകാം. പക്ഷേ വീണ്ടും സ്വപ്നം കാണേണ്ട പ്രായമാണ്. ജോസഫ് മറ്റൊരു യുവാവാണ്, സ്വപ്നം കണ്ട് നടന്ന മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. ആ സ്വപ്നം ചിറകടിച്ചുയരേണ്ട ഒരു പ്രായത്തിൽ അവനൊരു പട്ടുകുഴിയിലേക്ക്, ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയാണ്. അത് നീയാണ്, ജോസഫ് അല്ല, അത് നീയാണ്. ആരെങ്കിലും പിടിച്ച കിണറ്റിലേക്ക് ഇട്ടതായിരിക്കാം, വഴിതെറ്റി വീണതായിരിക്കാം, അബദ്ധങ്ങൾ സംഭവിച്ചതായിരിക്കാം, അകാരണമായൊരു വിശ്വാസം മൂലം വന്ന ഒരു പ്രശ്നമായിരിക്കാം, ഒരു ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ സംഭവിച്ചതായിരിക്കാം. ഒരു പൊട്ടക്കിണറ്റിലേക്ക് നീ വീണുപോയി. എല്ലാം അവസാനിച്ചെന്ന് നീ വിധി കൽപ്പിച്ചു. തീർന്നു എന്ന് ലോകം പറഞ്ഞു. പക്ഷെ അവസാനിച്ചു എന്ന് നീ പറഞ്ഞെടുത്ത് കർത്താവ് വീണ്ടും നിനക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങി. അവൻ നിനക്ക് വേണ്ടി സ്വപ്നം കണ്ടു. നീ വീണുപോയ ആ കിണറിൻ്റെ, ആ പൊട്ടക്കിണറിൻ്റെ വാവട്ടത്തിന് അക്കരെ നിന്ന് കർത്താവ് നിന്റെ നേരെ കരങ്ങൾ നീട്ടുകയാണ്. എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭയപ്പെടരുത്. വീഴ്ത്തിയവരെയോ വീണ കുഴികളെയോ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെയോ സങ്കടങ്ങളെയോ അപജയങ്ങളെയോ ഓർത്ത് നീ ഭയപ്പെടരുത്, കണ്ണീരൊഴുക്കരുത്. നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ വേണം നീ ഇപ്പം കാണാൻ. ഭയപ്പെടരുത്. നിന്നെ സൃഷ്ടിച്ചവൻ ഞാനാണ്. അങ്ങനെ നിന്നെ സൃഷ്ടിച്ചെങ്കിൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എനിക്കറിയാമെന്ന് പറയുന്ന കർത്താവ്,
സ്വപ്നം തന്ന കർത്താവ് ആ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള ശക്തി കൂടി നിന്റെ ജീവിതത്തിന് തരും. ഇനി കരയരുത്, ഇനി സങ്കടപ്പെടരുത്. കർത്താവിൻ്റെ ഉള്ളംകൈയിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് നിന്നെ. യാക്കോബിനെ പേരെടുത്ത് വിളിച്ചതുപോലെ കർത്താവ് നിന്നെയും പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്, യാക്കോബേ, നിന്നെ പേരിട്ട് വിളിച്ചവൻ നിന്നെ സഹായിക്കും. സിയോനെ, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ, നിന്നെ പേരിട്ട് വിളിച്ചവൻ നിന്നെ ശക്തിപ്പെടുത്തും. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് യാചനാരൂപത്തിലൊന്ന് തുറന്നു പിടിക്കാം. ജീവിതം മുഴുവനായിട്ട് ഈശോയ്ക്ക് കൊടുക്കുക. സങ്കടങ്ങൾ, കണ്ണുനീരുകളൊക്കെ ഉണ്ടാകാം, സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടുണ്ടാകാം, പാപത്തിന്റെ പടുകുഴിയിൽ വീണ് പോയിട്ടുണ്ടാകാം, ഈശോയെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വേദന നിനക്കുണ്ടാകാം, ഈ സ്നേഹം തിരസ്കരിച്ച് പോയല്ലോ എന്ന് ഓർത്തിട്ടുണ്ടാകാം. ധൂർത്തപുത്രനെ പോലെ ഇപ്പോൾ തിരിച്ചു വരാൻ തയ്യാറാകുക. മേക്ക് എ റീകമ്മിറ്റ്മെന്റ്. ഈശോയുമായിട്ടൊരു പ്രോമിസ് ഈ സമയം എടുക്കുക. അവനൊന്ന് കൈ കൊടുക്കുക, മുറുകെ പിടിക്കുക. അവൻ നീ പൊട്ടിക്കിണറ്റിൽ നിന്ന് പോലും കൈ ഉയർത്തിയാൽ, കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചാൽ ആ കയ്യിൽ അവൻ കയറി പിടിക്കും. സ്വപ്നം തന്ന കർത്താവ് ഈ കിണറ്റിൽ നിന്ന് നിന്നെ ഉയർത്തും. രാജസിംഹാസനത്തിൽ കർത്താവ് നിന്നെ എത്തിക്കും. നീ എവിടെയും എത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ കർത്താവ് നിന്നെ നിർത്തും. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈശോയുടെ കരകൾ നിന്റെ ജീവിതം മുഴുവൻ കൊടുക്കുക. ഭയപ്പെടരുത്, കരയരുത്, സങ്കടപ്പെടരുത്. കരകൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ ഭയങ്ങളും കണ്ണുനീരുകളും സങ്കടങ്ങളും നിരാശയും മാറിപ്പോവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ഹൃദയം തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഈശോയുടെ സ്വരം നീ കേട്ടെ. ഞാൻ നിന്റെ ദൈവമല്ലേ. ഓ ഈശോയെ, കരയരുതേ ഈശോ. ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടരുത്. The greatest good news, അത് നീ കേൾക്കണം. ഓ ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു. ഈശോയുടെ കുഞ്ഞെ, ഈശോ നിന്നോട് പറഞ്ഞ വാക്കുകൾ കേൾക്കുക. നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാനാണ്, നിന്നെ കാത്തുപരിപാലിക്കുന്ന ദൈവം ഞാനാണ്, അപ്പനെ പോലെ നിന്നെ വഴി നടത്തുന്ന, അമ്മയെപ്പോലെ നിന്നെ ലാളിക്കുന്ന ദൈവം ഞാനാണ്. നീ കരയരുത്. കരങ്ങളിൽ നിന്റെ പേര് ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയാണ്. കണ്ണുകളെ തുറന്ന് ഈശോയിലേക്ക് കാണാവോ? സാധിക്കുന്നവരെല്ലാം ഈ സമയത്ത് മുട്ടന്മേലായിരിക്കുക. പ്രത്യേകിച്ച് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെല്ലാം രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കണം. എന്നിട്ട് ഈ സുവിശേഷ സദ്വാർത്ത നിന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവമാണ്, ഞാൻ നിന്റെ സങ്കടങ്ങളൊക്കെ കാണുന്ന ദൈവമാണ്, നിന്നെ അപ്പനേക്കാളധികം അമ്മയെക്കാളധികം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ വചനമൊന്ന് സ്വീകരിച്ച് ഗാനം കേൾക്കുമ്പോൾ ഈശോയുടെ നാവിൽ നിന്നത് കേൾക്കണം. ഈശോയുടെ ഹൃദയത്തിൽ എഴുതി വെച്ച ഒരു ഗാനമാണത്. നീ എൻ്റെ കുഞ്ഞാണ്, ഞാൻ നിന്നെ കൈവിടില്ല, ഭയപ്പെടരുതെന്ന്. ഓ ഈശോയെ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഇരുകരങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ, യുവജനങ്ങളെല്ലാം, നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങളെല്ലാം ഈശോ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പുഴുക്കുത്തുകളിൽ വീണു പോകാതെ, നിരാശയിലേക്ക് വീണു പോകാതെ, ഭയത്തിലും സങ്കടത്തിലും അടിമപ്പെട്ടു പോകാതെ, ലഹരികൾക്ക് വീണു പോവാതെ, തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോവാതെ നമ്മുടെ യുവജനങ്ങളെല്ലാം യുവാവായി ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് വയ്ക്കാൻ, അപ്പനെ മനസ്സിലാക്കാൻ, ഈ സ്നേഹിതനെ മനസ്സിലാക്കാൻ, ഈ ദൈവത്തെ മനസ്സിലാക്കാൻ നമ്മുടെ യുവഹൃദയങ്ങൾ തുറന്നു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്
ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുരാജ, പ്രിയനേ എന്നീശുരാജ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2-3 ജപമാല എൻ്റെ കരങ്ങളിൽ ഉണ്ട്. ഇന്ന് ചെയ്യാനുള്ളൊരു പുണ്യപ്രവൃത്തിയുടെ ഭാഗമാകുകയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച്. ജപമാല നമ്മളൊരു സമ്മാനമായിട്ട് മേടിച്ചു കൊടുക്കാൻ പോവാണ്. അമ്മയിൽ സ്നേഹത്തിൽ നിറയാൻ ഈ ജപമണികൾ കയ്യിൽ പിടിക്കാൻ വേണ്ടി ഒരു ജപമാല നമ്മൾ പ്രിയപ്പെട്ട ഒരാൾക്ക്, നമുക്കറിയാവുന്നതോ ഇല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനോ ഒന്ന് മേടിച്ചു കൊടുക്കാൻ പോവാണ്. അതിലൊരു വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ ജപമാല നിങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ, ഈ പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അമ്മ വലിയൊരു സ്നേഹം നിങ്ങൾക്ക് തരും. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ ഈ ഒരു പുണ്യപ്രവൃത്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ, താങ്ങായെത്തുന്നോരമ്മ. അമ്മേ എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ.